മോഹൻലാൽ നായകനായി എത്തിയ തുടരും എന്ന ചിത്രം 8ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 8ാം ദിനത്തിലും നമുക്ക് മിന്നുന്ന പ്രകടനം തന്നെയാണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത്. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു തുടക്കമാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ 8ാം ദിനവും സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന പ്രീസെയിൽ 3,36,00,000 രൂപയ്ക്ക് മുകളിലാണ്. 8ാം ദിനമാണ് എന്ന് ഓർത്തോളുക. ഇതിനോടകം തന്നെ 7 ദിനം കൊണ്ട് സിനിമ 120 കോടിയോളം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം 130 കോടിയിലേക്ക് സിനിമ എത്തും എന്നുള്ളത്, അല്ലെങ്കിൽ 132 കോടിയിലേക്കും എത്തും എന്നുള്ളതാണ്. അതിനു മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നമുക്ക് ഡീറ്റെയിൽഡ് കളക്ഷൻ റിപ്പോർട്ടുകളും അതേപോലെ പ്രീസെയിലും അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് എല്ലാമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമുക്ക് 7ാം ദിനം മിന്നുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ പറഞ്ഞ പോലെ ലോക തൊഴിലാളി ദിനത്തിൽ ഈ ഒരു സിനിമ മെയ് 1ാം ദിനം അത്ര ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസാണ് നടത്തിയത്. വെള്ളിയാഴ്ചയാണ് ഇന്ന് മികച്ച രീതിയിൽ തന്നെയാണ് ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കുതിക്കുന്നതായിട്ട് 1678ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടു. അതായത് മെയ് ദിനത്തിൻ്റെ അന്ന് 4,03,998ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്ന് ട്രാക്കേഴ്സ് പറയുന്നു. അതിൻ്റെയൊക്കെ ഒരുപാട് മുകളിലാണ് ടിക്കറ്റുകൾ വിറ്റുപോയെന്ന് നമുക്കറിയാം. 6,40,00,000 രൂപയാണ് ട്രാക്കേഴ്സ് പുറത്തുവിട്ട ഗ്രോസ് കളക്ഷൻ എന്നുള്ളത്. അതായത് നമുക്ക് സിനിമയുടെ ഓരോ ദിവസത്തെ കളക്ഷൻ നോക്കുമ്പോൾ, അതായത് ട്രാക്കേഴ്സ് മുഖാന്തരമുള്ള കളക്ഷൻ നോക്കുമ്പോൾ ഏത് റേഞ്ചിലാണ് നിൽക്കുന്നതെന്ന് നോക്കാം. ആദ്യ ദിനം ട്രാക്കേഴ്സ് പുറത്തുവിട്ടത് 4,76,00,000 രൂപയാണ്. 2ാം ദിനം 6,65,00,000 രൂപയാണ്. 3ാം ദിവസം 7,80,00,000 രൂപയാണ്. 4ാം ദിനം 6,48,00,000 രൂപയാണ്. അതായത് 4ാം ദിനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ലെവലിലുള്ള ഒരു കളക്ഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് വന്ന ഓരോ ദിവസങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന മികച്ച രീതിയിൽ തന്നെയാണ്. അതായത് തിങ്കളാഴ്ച 6,48,00,000 രൂപ വന്നു കഴിഞ്ഞപ്പോൾ ചൊവ്വാഴ്ച 6,05,00,000 രൂപയും ബുധനാഴ്ച 5,87,00,000 രൂപയാണ് വന്നെങ്കിൽ പിന്നെ അവിടെ നിന്ന് വലിയ രീതിയിലുള്ള ഒരു കുതിപ്പും, അതും 87% ഓക്യുപ്പൻസി. 2ാം ദിനത്തെ ഓക്യുപ്പൻസിക്ക് സമാനമായ രീതിയിലാണ് നിൽക്കുന്നത്. എന്തായാലും ആ ഒരു കാര്യങ്ങളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമുക്ക് ഇനിയും കുറച്ചും കൂടെ ഡീറ്റെയിലും അല്ലെങ്കിൽ ഡീപ്പുമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് കടന്നു ചെല്ലാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സിനിമ ഓരോ സ്ഥലങ്ങളിലും അമ്മാതിരി ഒരു കൊടൂര തൂക്കുന്നതാണ്. അതായത് മണിക്കൂറുകളിൽ വിറ്റ് പോകുന്നത് മികച്ച രീതിയിൽ 10,000 20,000 ടിക്കറ്റുകളാണ്. ഇനി ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് സ്ഥലങ്ങളിൽ 25 തൊട്ട് 30 വരെയുള്ള ദിനങ്ങളിൽ, ഏപ്രിൽ 25 തൊട്ട് 30 വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു $5,78,561 ഓസ്ട്രേലിയൻ ഡോളറാണ്. അതായത് തിങ്കളാഴ്ച $74,888 ആണെങ്കിൽ ചൊവ്വാഴ്ച $83,002, ബുധനാഴ്ച $55,264. അതായത് വ്യാഴാഴ്ചയും കഴിഞ്ഞ് ആ ഒരു ദിവസത്തെയാണ് കളക്ഷൻ നമുക്ക് ലഭ്യമല്ലാത്തത്. ഇനി ന്യൂസിലാൻഡിലാണെങ്കിലും മികച്ച രീതിയിൽ തന്നെയാണ് $117,000 എത്തിയിരിക്കുന്നത്. അതായത് 1,17,000 മുകളിലുള്ള ഡോളർ അവിടെ നിന്നും ലഭിച്ചിരിക്കുന്നു. തിങ്കളാഴ്ച $17,862 ആണെങ്കിൽ ചൊവ്വാഴ്ച $17,325, അതായത് ബുധനാഴ്ച $13,192 ലഭിച്ചിരുന്നത്. ഇത് കോംസ്കോർ എന്ന ട്രാക്കിംഗ് സൈറ്റ് അവർ പുറത്തുവിട്ടിരിക്കുന്ന, അതായത് വിദേശത്ത് നിന്നുള്ള ഒരു കണക്കുകൾ തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് ഓരോ ദിവസവും കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന സിനിമ 6 കോടിക്ക് മുകളിൽ പോകുന്നു എന്നുള്ള ഒരു കാഴ്ച തന്നെയാണ്. സിനിമ ഓരോ ദിവസവും നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ആദ്യ വെള്ളിയാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത് 16 കോടിയാണ്. 16,80,00,000 രൂപയാണ് ആദ്യ ദിനമായി നേടിയത്. ശനിയാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു 25 കോടിയോളം. ഞായറാഴ്ച 27 കോടിയോളമാണ് സിനിമയ്ക്ക് കളക്ഷൻ വന്നത്. തിങ്കളാഴ്ച 14 കോടിയും ചൊവ്വാഴ്ച 12.5 കോടിയും ബുധനാഴ്ച 11.5 കോടിയുമാണ് സിനിമയ്ക്ക് വന്നത്. അതായത് വ്യാഴാഴ്ച സിനിമ 15 കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടാൻ ചാൻസ് ഉള്ളത്. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ 7 ദിവസം കൊണ്ട് തന്നെ സിനിമ 120 കോടി കടക്കുമ്പോൾ 8ാം ദിവസം നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഒരു 10 കോടി തൊട്ട് 12 കോടി, അതായത് 130 കോടിക്ക് മുകളിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ 130 എന്നുള്ളത് അതിന് മുകളിലേക്ക് പോകാം എന്നുള്ളതാണ്. ഇനി ഈ പറഞ്ഞ പോലെ മെയ് ദിനത്തിൽ കിട്ടിയ കളക്ഷൻ എന്ന് പറയുന്നത് സിനിമയ്ക്ക് ഏകദേശം 6,80,00,000 രൂപയോളമായിരിക്കുമെന്നുള്ളതാണ്. അതായത് നമുക്ക് ശരിക്കുമുള്ള കളക്ഷനുകൾ വന്നിരിക്കുന്നത് വെള്ളിയാഴ്ച 5,10,00,000 രൂപ, അതായത് ആദ്യ ദിനം. ശനിയാഴ്ച 7 കോടിയാണ് വന്നത്. 3ാം ദിവസം
8,20,00,000 രൂപയാണ്. 4-ാം ദിവസത്തിന് സമാനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴാഴ്ച നേടിയ കളക്ഷൻ. അതായത് ഏകദേശം 6,85,00,000 രൂപയാണെങ്കിൽ അതിലൊരു ചെറിയ ഇടിവ് 6,80,00,000 രൂപയോളം വരും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചൊവ്വാഴ്ച ലഭിച്ചത് 6,50,00,000 ആണെങ്കിൽ ബുധനാഴ്ച 6,30,00,000 രൂപയോളമായിരുന്നു. അപ്പോൾ അത്രത്തോളം കൊടൂരമായിട്ടുള്ള ഒരു തൂക്ക് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഒരുപാട് റിലീസുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതിനെയൊക്കെ കടത്തിവെട്ടി തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇനി നമുക്ക് സിനിമയുടെ ഇന്നത്തെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. ഒന്ന് വേഗത്തിൽ തന്നെ നമുക്ക് അത് പറഞ്ഞു പോകാം. അതായത് തിരുവനന്തപുരത്ത് 204 ഷോകളിൽ നിന്ന് 22,498 പേർ ടിക്കറ്റ് എടുത്തപ്പോൾ 39,70,000 രൂപയാണ് വന്നത്. 37% ഓക്യുപ്പൻസിയാണ്. വർക്കിംഗ് ഡേ ആണ് നമുക്കറിയാം. കൊല്ലത്ത് 105ഓളം ഷോകളിൽ നിന്ന് 14,792 പേർ ടിക്കറ്റ് എടുത്തപ്പോൾ 24 ലക്ഷം രൂപയോളമാണ്. റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ 50% ഓക്യുപ്പൻസി. പത്തനംതിട്ട 39 ഷോകളിൽ നിന്ന് 5,112ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി. 8,25,000-ഓളമാണ് കളക്ഷൻ വന്നത്. 53% ഓക്യുപ്പൻസി. ആലപ്പുഴ നമുക്ക് കാണാൻ കഴിയുന്ന 94ഓളം ഷോകൾ 14,200ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 22,30,000 മുകളിലുള്ള കളക്ഷൻ വന്നു. 52% ഓക്യുപ്പൻസി വന്നിരിക്കുന്നത്. കോട്ടയത്ത് 87 ഷോകൾ 13,935 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 21,40,500 രൂപയോളം വന്നിരിക്കുന്നു. 52% ഓക്യുപ്പൻസി. നമുക്ക് കോട്ടയമാണ്. കോട്ടയത്തിൽ നമുക്ക് ഈ പറഞ്ഞതാണ്. ഇനി ഇടുക്കിയിൽ 38 ഷോകളിൽ നിന്ന് 4,475 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 7 ലക്ഷം രൂപയോളം വന്നത്. 46% ഓക്യുപ്പൻസിയാണ് വന്നത്. എറണാകുളം 273 ഷോകൾ 34,500ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി. 70 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷൻ വന്നത്. 49.6% വന്നിരിക്കുന്നത്. തൃശ്ശൂർ 217ഓളം ഷോകളാണ് നമുക്ക് കാണാനുള്ളത്. 25,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. 38 ലക്ഷം രൂപ കളക്ഷൻ വന്നു. 38% ഓക്യുപ്പൻസിയാണ് സിനിമയ്ക്ക് തൃശ്ശൂരിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. പാലക്കാട് 96 ഷോകളിൽ നിന്ന് 14,000ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 19,30,000-ഓളം എമൗണ്ട് വരികയും 46% ഓക്യുപ്പൻസിയാണ് വന്നിരിക്കുന്നത്. മലപ്പുറത്തും 19,50,000-ഓളം ടിക്കറ്റുകൾ ഗ്രോസ് വരികയും 40% ഓക്യുപ്പൻസിയിൽ 15,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുകയും 137 ഷോകളിൽ നിന്നാണ് വന്നത്. ഇനി കോഴിക്കോട് നോക്കുകയാണെങ്കിൽ നമുക്ക് 152ഓളം ഷോകളിൽ നിന്ന് 23,600ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 37 ലക്ഷം രൂപയോളമാണ് കിട്ടിയിരിക്കുന്നത്. അതും 60% ഓക്യുപ്പൻസി. അതായത് കോഴിക്കോട് വലിയ രീതിയിലുള്ള ഓക്യുപ്പൻസിയാണ്. ഇതുവരെയുള്ള സ്ഥലങ്ങളെക്കാളും ഒക്കെ കൂടുതൽ കോഴിക്കോടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വയനാട് 36 ഷോകളിൽ നിന്ന് 3,400 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 4,67,000 രൂപയോളം വന്നു. 49% ഓക്യുപ്പൻസി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു. കണ്ണൂർ നമുക്ക് 112ഓളം ഷോകളിൽ നിന്ന് 15,500ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 22,36,000-ഓളം എമൗണ്ട് വന്നു. 57% ഓക്യുപ്പൻസിയാണ് വന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് കാസർഗോഡാണ്. കാസർഗോഡ് 27 ഷോകളിൽ നിന്ന് 22,620ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 3,85,000 രൂപ വന്നു. അവിടെ 41% ഓക്യുപ്പൻസി. ടോട്ടലി 1,617 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടു. 2,09,000 മുകളിൽ ടിക്കറ്റുകൾ വിറ്റുപോയെന്ന് ട്രാക്കേഴ്സ് പറയുന്നു. 3,36,07,000 രൂപയാണ് ഗ്രോസായി വന്നിരിക്കുന്നത്. 47% ഓക്യുപ്പൻസി. അതായത് 8 ദിനങ്ങൾ പിന്നിടുമ്പോഴും ഈ സിനിമ ബോക്സ് ഓഫീസിൽ കുറിക്കുന്ന ചരിത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ മലയാള സിനിമ കണ്ടതിന് മുകളിലാണ്. അതായത് 7 ദിവസം കൊണ്ട് സിനിമ നേടിയിരിക്കുന്ന കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 47 കോടിയോളമാണ്. അതായത് ഇന്ന് സിനിമ 50 കോടി കടന്നിരിക്കുന്നു. പ്രീസെയിലൂടെ തന്നെ സിനിമ 50 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുകയാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 130 കോടിയിലേക്ക് ഇന്നുകൊണ്ടെത്തും. 120 കോടി 7 ദിനം കൊണ്ടുള്ള കളക്ഷനും നേടിയിരിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.